ഹലോ ഗൈസ്, അപ്പോൾ ഇത് സസ്പെൻഷൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ സ്റ്റഡി വ്ലോഗാണ്. അപ്പോൾ ഇന്നാണ് ബുധനാഴ്ച, ഇന്നാണ് സ്കൂളിലേക്ക് പോകാൻ പറഞ്ഞ്. അതിന് മുന്നേ സസ്പെൻഷൻ കിട്ടിയ ദിവസങ്ങളിലൊക്കെ ലീവ് പ്രഖ്യാപിക്കുകയും ചെയ്തു. മലപ്പുറത്ത് മഴയായിട്ട് ഒരു തിങ്കളാഴ്ച ലീവ്, ചൊവ്വാഴ്ച എല്ലാവർക്കും പിന്നെ മുഹറായിട്ട് ലീവ് ആയിരുന്നു. ഇന്ന് എന്താവുന്നറിയില്ല, സ്കൂളിലേക്ക് ആകെ പേടിയാവണമെന്നില്ല, പേടി സ്കൂളിലോട്ട് പോകുക തന്നെ ഇല്ലാവട്ടെ. പക്ഷേ സസ്പെൻഷൻ കിട്ടിയ 10,000 ആൾക്കാരൊക്കെ ഇപ്പോൾ കണ്ടു കേട്ടോ, സീൻ തന്നെ. എന്താ ഇപ്പോൾ ചെയ്യുക, ഇനിയിപ്പോൾ സ്കൂളിൽ പോകണം. അപ്പോൾ 6 മണി കഴിഞ്ഞിട്ടുണ്ട്. 6 മണിക്ക് നീറ്റ് ചലഞ്ചർ അലാറം വെച്ചിട്ട് എനിക്ക് കണക്കൊക്കെ മനസ്സിൽ കാൽക്കൂട്ടി. ഏകദേശം 6:15 എന്തായാലും സ്കൂളിൽ പോകണം. അപ്പോൾ നേരെ പരിപാടിക്ക് തുടങ്ങാം. അതിന് മുന്നേ തന്നെ ഞാൻ അത് കുറേ നേരം യൂട്യൂബിലും വാർത്തയിലൊക്കെ നോക്കുന്നത് മലപ്പുറത്തിന് ലീവുണ്ടോ. മലപ്പുറം വെച്ചിട്ട് ബാക്കി 8 ജില്ലകളിൽ ഏതൊക്കെയോ ജില്ലകളിലൊക്കെ ലീവുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ മഴ ഇല്ല, എന്നാലും നമ്മളിവിടെ മാത്രമാണ് ഇല്ലാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നത്. വേറെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവാൻ മതി. ഇതൊരു കഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അപ്പോൾ നമ്മൾ തുടങ്ങണം. ഇന്ന് കർക്കിടകം 5 ആയതുകൊണ്ട് തന്നെ ഇവിടെ കഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ട്. കർക്കിടക കഞ്ഞി ഉണ്ട്, പപ്പടമൊക്കെ ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയാണ് സ്കൂളിൽ തന്നിട്ട്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അങ്ങനെ പല്ല് വെച്ച് ചായ അടിച്ച് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് യൂണിഫോമൊക്കെ ഇട്ട് പോകാൻ നിൽക്കുകയാണ്. തണുപ്പായിട്ട് എങ്ങനെയൊക്കെയാണ് നീറ്റത് എനിക്ക് അറിഞ്ഞൂടെ. ചടപ്പാണ് തണുപ്പത്ത് സ്കൂളിൽ പോകാൻ. പക്ഷേ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് പറയുക, തണുപ്പാണോ ചൂടാണോ സ്കൂളിൽ പോകാൻ ഇഷ്ടം എന്ന് പറയുക? എനിക്ക് തണുപ്പ് തന്നെയാണ്. പക്ഷേ മഴ അത് സീനാണ്. അതിപ്പോൾ അങ്ങനെ ഒരു ചടപ്പാണ് മഴ തന്നെ. പിന്നെ കോടയും ചൂടി അതിൻ്റെ കനം താക്കണം, അല്ലേ തന്നെ ഇവിടെ കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇന്ന് കർക്കിടകം 2-ാം തീയതി ആയതുകൊണ്ട് ഞാൻ മറ്റേ കഞ്ഞീൻ്റെ ഒക്കെ എടുത്തിരുന്നത്. അത് ഞാൻ വോയിസ് ഓവറാണ് കൊടുത്തത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല ശബ്ദം ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഞാൻ എന്തായാലും സ്കൂളിൽ പോയിട്ടാണ്. ഇന്ന് മിക്കവാറും ഉച്ചയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട്. അത്രേ വരാനുള്ളൂ. ഞാൻ ചോദിച്ചു പോരും. നോക്കാം, ചിലപ്പോൾ ഉച്ചയ്ക്ക് എത്തും. ഏകദേശം 8 മണി ആവാനായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ 8:25 പോയത്. ഈ വീഡിയോയിൽ 8 മണിക്ക് പോകുന്നുണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സിന് നല്ല തിരക്കാണ്. എനിക്ക് സ്കൂളിലെത്തണം. വേറെ ബസ് നേരത്തെയാണ് ബസ് എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഉച്ചയ്ക്ക് എത്താണെങ്കിൽ കാണാം, അല്ലെങ്കിൽ വൈകുന്നേരം ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ആവും. അവിടെയൊക്കെ ഫുൾ ഇതാണ്, കിടക്കുകയാണെന്നൊക്കെ പറയണത്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഒരു കാര്യം പറയുമ്പോൾ മറന്നു, ഇന്നാണ് മറ്റേ സസ്പെൻഷൻ്റെ ഇന്നാണ്. എന്താണെന്ന് അറിയില്ല. എന്തായാലും വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. വന്നിട്ട് പറയാം എന്താവുമെന്ന്. എനിക്കൊരു പേടിയില്ല, പേടിക്കുന്നത് തീരൊക്കെ ആവട്ടെ. അപ്പോൾ ഗൈസ് കുറച്ച് നനഞ്ഞിട്ടുണ്ട്, കാണാൻ കഴിയും. ചെറിയ മഴയുള്ളൂ. അപ്പോൾ നമ്മൾ നനഞ്ഞു ഗൈസ്. എന്ത് ചെയ്യാനാണ്. ഏകദേശം എത്ര മണി? 2:20 ആയിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് വയറ് തന്നെ പറഞ്ഞു പോന്നു. വരുന്നേക്ക് 2 പൊറോട്ട അടിച്ച് ശുഭം. പിന്നെ വേറെ സീൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളന്ന് ഒന്നും പറഞ്ഞില്ല. സാറിന് വന്നിട്ടേ ഇല്ല സ്കൂളിലേക്ക്. അതുകൊണ്ട് തന്നെ ഒന്നും പറഞ്ഞില്ല. അതിനോട് ഞാൻ ഉച്ചയ്ക്ക് പോകുന്നു. സസ്പെൻഷൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. ഞാൻ അത് വിചാരിച്ചിട്ട് ഈ വീഡിയോ എടുത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ പറയാം എൻ്റെ സസ്പെൻഷനെ കുറിച്ചിട്ടേ. അപ്പോൾ ഇനിയിപ്പോൾ സസ്പെൻഷൻ ഒരു പറയുകയാണെങ്കിൽ ഞാൻ ഷോർട്ട് ഇടുന്നുണ്ട്, വെറുതെ ഒരു രസം. ഇപ്പോൾ ഏകദേശം 2:15 ആയിട്ടുണ്ട്, 2:20 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇപ്പോഴൊന്നും പഠിക്കാൻ പോകില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തപ്പത് സ്കൂളിൽ വന്നപ്പോൾ തന്നെ പഠിക്കാൻ ഞാൻ എന്തിരണം. അങ്ങനെയൊന്നും കഴിയില്ല. ചിലവർക്ക് കഴിയും, പക്ഷെ എനിക്ക് കഴിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പൊറോട്ട അടിച്ചുകൊണ്ട് ചോറും തിന്നണ്ട. ഇനിയിപ്പോൾ മോട്ടറിടാൻ പോകാണ്ട് എന്തെങ്കിലും ഒരു 3 മണിയൊക്കെ ആയിട്ട് പഠിക്കാൻ വെച്ച്. ഇപ്പോൾ ബ്രേക്കണേണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മോട്ടറിടാൻ താഴത്തേക്ക് പോവാണ്. ഇപ്പോൾ ഏകദേശം എത്ര മണി? 3 മണി ആവാൻ. എൻ്റെ കയ്യിലൊരു വടിയുണ്ട്, കൊടയുണ്ട്. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് താഴത്ത് തന്നെ കാണാം. അപ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താഴത്തെത്തുമ്പോഴത്തിന് സപ്പോർട്ട് ചെയ്യണ ഞാൻ. അയ്യോ ഇവിടെ ഇതെന്ത് വൈക്കാ ഒട്ടച്ചൻ ഇപ്പോൾ തന്നെ വീണിരുന്നു. സ്കൂളിൽ നിന്ന് വൈക്കി ഫുൾ വൈക്കൽ തന്നെ. ഈ ചെരുപ്പ് എടുത്ത് എറിയണം. ചെരുപ്പ് കാണും ഗൈസ്, ചെരുപ്പാണ്. അവിടെ സ്റ്റെപ്പുമാരിയൊക്കെ ആക്കിക്കൊണ്ട് നടക്കാനല്ലേ, അടിച്ച് വീടുണ്ടാവും എപ്പോഴേ. കഥ കഴിയാം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഒരു കാര്യം പറയാലോ, ഞാൻ ഇവിടെ നിന്ന് ഇന്നാൾ വരികയാണ് സത്യം പറഞ്ഞേ. അപ്പോൾ താഴത്തുനിന്ന് ഞാൻ വടിയെടുത്തൊരു അടി അടിച്ചപ്പോൾ അവിടെ നിന്ന് എന്തോ മുരളെന്ന് വെച്ചിട്ട് പന്നിയാണെന്ന് തോന്നുന്നു. അതിനോട് തന്നെ പൈക്കൂടെ പോകുന്നില്ല, നമ്മൾ ഇത് കൂടിയാണ് പോകുന്നത്. വഴിയൊക്കെ കുറച്ച് സീനാണ്, എന്നാലും നമ്മൾ പോയേ പറ്റുള്ളൂ. മോട്ടറിട്ടില്ലെങ്കിൽ വെള്ളം ഉണ്ടാവില്ല, വെള്ളം ഇല്ലെങ്കിൽ പിന്നെ സീനാണ്, അറിയാമല്ലോ. പന്നിയാണ് രണ്ടും കൂടി തേങ്ങ. അപ്പോൾ ഗൈസ് അമ്പലത്തിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ കഴിച്ച് താഴത്തെത്തിയിട്ടുണ്ട്. താഴത്തെത്തിയിട്ട് ഭാഗ്യത്തിന് കറണ്ട് അല്ലെങ്കിൽ സീനാവും. പിന്നെ പണിയാണ്, കറണ്ട് വരുന്നവരെ കൊടുക്കണം. ടാസ്ക്കാണ്. കൊടിയും വടിയും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പോകണം, അവിടെ എത്തണം. അവിടെ നിന്ന് കേട്ടോ കാണാൻ വരില്ല. ഇത് ആ ഒരു സൈഡുണ്ട്, അവിടെ സൈഡുണ്ട്, അവിടെ നിഗൂഢമാണ്. ഞാൻ വലുതാക്കി തരാം. ആ സൈഡിൽ നിന്ന് അവിടെ നിന്ന് ഞാൻ ഒരു വടി എടുത്ത് ഒറ്റ അടിയുണ്ട് കൊടുത്ത്. അപ്പോൾ ഒരു മുരളൽ കേട്ട്. പന്നീൻ്റെ ആണോ കുറുക്കൻ്റെ ആണോ അറിയില്ല. എന്തായാലും നായൻ്റെ ഒന്നുമില്ല, പന്നിയാവാനാണ് ചാൻസ്. ഞാൻ അപ്പോൾ തന്നെ ഏട്ടന്മാരെ നോക്കിയില്ല, പാഞ്ഞ അവിടേക്ക് ഒന്ന്. പിന്നെ അവിടെ നിന്നിട്ട് അപ്പുറത്ത് കൂടെ കയറി പോയി ബൈക്കിൽ തന്നെയാണ് വരില്ല മോട്ടർ ഇടാനൊക്കെ. സീനാണ്. ഇപ്പോൾ പഠിക്കണം, മേലെത്തിട്ട് പണി തന്നെ. ഇപ്പോൾ ഏകദേശം 5:30 ഒന്നും പഠിക്കാനില്ല. ഇതിപ്പോൾ ഞാൻ വെറുതെ തമ്പലിൻ്റെ വേണ്ടി ഒരു ഫോട്ടോ എടുത്തതോ, സസ്പെൻഷൻ്റെ ഒരു ഇത് വെറുതെ എടുത്താണ്. ഒന്നും പഠിക്കാനില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, കുറച്ച് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു വേക്കറോളൊക്കെ തിന്നു. എന്താ നടക്കുന്നത് ഇവിടെ എനിക്കൊന്നും അറിഞ്ഞൂടെ, പഠിക്കാൻ കഴിയില്ല കേട്ടോ. ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഭൂരിഭാഗം ദിവസം. വൈകുന്നേരം എന്നൊക്കെ ഒരിക്കലും പഠിക്കാനില്ല, 7 മണിക്കേ പഠിക്കാൻ കഴിയുള്ളൂ. അത് ഉറപ്പാണ്. അത് നിർഭയം ഞാൻ പറയും. പക്ഷേ ഉച്ചയ്ക്ക് എന്നാലും കുറച്ചൊക്കെ പഠിക്കാൻ കഴിഞ്ഞിട്ടാണ്. ഇപ്പം ഒന്ന് പഠിക്കാൻ, ഇനിയിപ്പോൾ കഞ്ഞി കുടിക്കാൻ പോകണം. പൊതുവെ ടൈമായി 7 മണി, ഇനി 7 മണിക്ക് പഠിക്കാം. ഇങ്ങനെയാണ് ശരിക്കും ദിവസങ്ങളൊക്കെ. വീഡിയോൻ്റെ ദിവസങ്ങളാണ് ചിലതൊക്കെ അങ്ങനെയാണ്. ഇനി എന്തായാലും നമുക്ക് കഞ്ഞി കുടിക്കാൻ പോവാം. മറ്റേ വെള്ളരി കഞ്ഞില്ലേ, എന്തോ കിറുങ്ങാണി കഞ്ഞു എൻ്റെ പേരിൽ നിന്ന്. കർക്കിടക മാസത്തിലുണ്ടാവും കഞ്ഞി, കർക്കിടക കഞ്ഞി, അതാണ്. അപ്പം പോയേക്കാം. ഇതാണ് കർക്കിടക കഞ്ഞി. ചെറുപയർ ആയിട്ടില്ല, പക്ഷേ കഞ്ഞിയാണ്. ഇവിടെ ഉണ്ട്. ഇതാണ് എൻ്റേത് കഞ്ഞിക്ക്. ഇവിടെ പപ്പടാണുള്ളത്. പക്ഷേ എനിക്ക് ഈ പപ്പടം ഇഷ്ടമല്ല, ചുട്ട പപ്പടാണ് ഇഷ്ടം. അപ്പോൾ ഇവിടെ ചൂടാൻ പോണേണ് അപ്പോൾ ഗൈസ് ഇതാണ് തീക്കണൽ. അറിയാത്തവർ ലൈക്ക് ചെയ്യണ്ട, ഡിസ്ലൈക്ക് ചെയ്യുക. അറിയുന്നവർ ലൈക്ക് ചെയ്യുക. ഇതപ്പോൾ പപ്പടം ചുടനെയാണ് കേട്ടോ. ചുടനാണ് ലൈവ് പപ്പടം ചുടലാണ്. എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 3K അടിക്കാനായി ഗൈസ്. കുഞ്ഞാറ്റയ്ക്ക് എന്താ പറയണ്ടോ? എന്താ അപ്പൊ ഗൈസ് ഇതാ പപ്പടം, അതാ കരിഞ്ഞ വാക്കാണ് ഗൈസ്. നല്ല രീതിക്ക് കരിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ടേസ്റ്റ്. ഇതാണ് ടേസ്റ്റ്. നമുക്ക് എന്തായാലും നമുക്കിത് കൂട്ടി കഞ്ഞി കുടിക്കാം. അപ്പം ഇനി കഞ്ഞി കുടിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇതാ ഇവിടെ പൊക്കോട കൊണ്ടുവന്നിട്ടുണ്ട്. പൊക്കോടയും ചമ്മന്തിയും, പിന്നെ ഇതാ കുബൂസും ഷവർമയും. ആദ്യക്ക് ഫുൾ മാർക്കറ്റ്, പരീക്ഷയിൽ ഫുൾ മാർക്കറ്റ് എൻ്റെ ചിലവാണ്. ആദ്യം പാഞ്ഞാണ്, പേടിയാണ്. അപ്പോൾ ഇത് തിന്നുമ്പോൾ കാണിക്കാം. ചമ്മന്തി ഇതാ കാണാൻ കഴിയും, ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിങ്ങനെ എടുക്കുക. ഒന്ന് ഡേറ്റിലാന്ന് ചില ഒന്നെടുക്കുക. ഇതിങ്ങനെ മുക്കുക. ഷവർമ്മ ഇപ്പം എടുത്തില്ല. എന്താ പറയണ്ടത് കുഞ്ഞാറ്റ പറഞ്ഞോ? പറയാടി വെറുതെ കളിക്കുക കുറെ നേരം. ഞാൻ അറിയും ഇട്ട് ഒരു തേങ്ങയും അറിയില്ല. ഇതിന്റെ കളിക്കുന്ന പറയും. ഷവർമ്മ ആദ്യം റോളാക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ പ്ലേറ്റിൽ ചോറ് വെച്ചാൽ കുറച്ച് ഇതും വെച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പേര്? കൊക്കോട, കുറച്ച് മയോണൈസ്, കുറച്ച് ചമ്മന്തി, എന്താണ് ഇതിൻ്റെ പേര്? ഷവർമ്മ. അപ്പോൾ നമ്മൾ തിന്ന് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഇപ്പോൾ തന്നെ പ്ലേറ്റ് മുക്കിയിരുന്നു. അപ്പോൾ ഗൈസ് അങ്ങനെ ഷവർമ്മയൊക്കെ തിന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം എത്ര മണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു സീനുണ്ടായി. മുളക് ഷവർമ്മയിലുണ്ടാകുമ്പോൾ സാലഡ് ഉണ്ടാവും, പിന്നെ ഇതുണ്ടാവുമല്ലോ ആ മയോണൈസും. സാലഡിലുള്ള ഒരു മുളകണ്ട് ഞാൻ പിടിച്ച് ഞെക്കിയതാണ്. കറക്റ്റ് കണ്ണിക്ക് തന്നെ തൂറ്റി. നോക്കി നന്നായി വേറെ സീനാവും. അത് ഞാൻ കാണിച്ചില്ല, കണ്ണ് ചോന്നിരുന്നു. പക്ഷേ എന്താ അറിയില്ല, നല്ല ചോന്നിരുന്നു. കണ്ണൊക്കെ വെള്ളം വരാനായിരുന്നു. സീനാണ്. എന്താ അറിയില്ല, സീൻ കുഴപ്പമില്ല. ഈ മുളക് കണ്ട് കുഴപ്പമില്ല. നമ്മളെ വീട്ടിലത്തെ മുളക് ഇട്ടാണെങ്കിൽ രണ്ട് ഒരു 2 മണിക്കൂർ തിക്കുന്നു. ശുഭദിനം അപ്പം എന്തായാലും പഠിക്കാൻ പോട്ടെ. 7:10 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ വെച്ചെങ്കിൽ കാണിച്ചു തരാം. എന്താ വേവ്സിൻ്റെ പാർട്ട് 2 ആണ്. എന്താ വരാത്തത്? എന്താ പാർട്ട് 2 1 മണിക്കൂർ 56 മിനിറ്റുണ്ട്. 7:20 ആയിട്ടുണ്ട്. ജസ്റ്റ് തുടങ്ങി.
വയസ്സിൽ ഏകദേശം 9:25 ചോറിന്ന് വന്ന് ഞാൻ ചോറിന്ന് പറയാൻ മറന്നുപോയി ഇന്ത്യ. പക്ഷേ ഈ വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കുറച്ച് അന്തകമ്മി ആവുന്നുണ്ട്, എന്താ അറിയില്ല, മനസ്സിലാവില്ല അത്യാവശ്യം. അതുകൊണ്ട് തന്നെ ചോറിന് കഴിഞ്ഞിട്ട് പണ്ട് വന്നിട്ടുള്ളൂ. ഗപ്പികളൊക്കെ അവിടെ സീനാണെന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് പിടിക്കാം എന്തായാലും. വേറെ എന്ത് വർത്താനം വേറെ ഒന്നുമില്ല. ഇതിൻ്റെ അടി നിറച്ചും കവറുകളാണ് ഗൈസ്. ഇതാണ് നമ്മൾ ബിസ്ക്കറ്റ് ഹൈഡൻസിക്ക് കിടുന്ന സാധനം എന്ന് തോന്നുന്നു. പൊട്ടിച്ചോക്കാം ഗൈസ്. പൊട്ടിച്ചിട്ടുണ്ട്, അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുണ്ട്. അത്ര ഒന്നുമില്ല. 30 രൂപയ്ക്കുള്ള വർത്താണെന്ന് വെച്ചാൽ വർത്തൊന്നുമല്ല. പാർലേ ബിസ്ക്കറ്റ് അങ്ങനെ 2 ആഴ്ചത്തേക്ക് തിന്നുണ്ടോ? ആയില്ല, ഒരു 3 ദിവസത്തേക്ക് തിന്നുണ്ടോ. ഇതാണ് ഒരു ഒറ്റയിരിക്കും തീർക്കാറുള്ളൂ. ഇതിലൊക്കെ ആവട്ടെ, ഇനിയിപ്പോൾ പഠിക്കട്ടെ. ഡയറക്റ്റ് പഠിത്തം തുടങ്ങാൻ പോകുന്നു. എനിക്ക് അറിഞ്ഞൂടെ ഒന്ന് കഴിയുമോ. എന്തായാലും കഴിഞ്ഞിട്ട് കിടന്ന് തുടങ്ങാൻ പോകും. വേറെ വർത്തനം മനസ്സിലാവില്ല, അതാണ് ടാസ്ക് ആവുന്നത്. അത്ര കഷ്ടപ്പാടുണ്ട് ഗൈസ്, കഷ്ടപ്പാടുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ് ഗൈസ്. ഇപ്പോൾ ഏകദേശം 10:10 ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്ന് ഉറങ്ങിയതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഉറക്കം തൂങ്ങിയിട്ട് എന്താ വൻ ക്ഷീണമാണ്. 10:10 സ്റ്റാൻഡിങ് എനിക്കൊരു തേങ്ങ മനസ്സിലാവില്ല. സംഭവം എന്താണെന്ന് അറിയില്ല, എനിക്കൊന്നും കത്തില്ല. ഞാൻ ഞാൻ നിർത്തി പോകണതാണ്. ഇനിയിപ്പോൾ എഡിറ്റിങ് കഴിയുമ്പോൾ ഉറക്കം പോകണമെങ്കിൽ ഇന്ന് പഠിക്കാൻ കഴിഞ്ഞ് തോന്നുന്നു. അപ്പോൾ നിർത്തണം. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ സെറ്റാക്കി വെച്ച് നാളെ 6 മണിക്ക് വരും. അത്ര കഷ്ടപ്പാട്. എല്ലാവരും ഇന്നത്തെ വീഡിയോ എത്ര കൊടുത്തു, ഇനി വർത്താനം വേറെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 3K അടിച്ചോന്ന് അറിയില്ല. വീഡിയോ ഇടുമ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ശുഭദിനം.